ലോക്സഭയിൽ അസാധാരണ നീക്കവുമായി ഓം ബിർള. അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിച്ച പ്രമേയം. പ്രതിപക്ഷം ഉയർത്തിപ്പിടിച്ച ഭരണഘടനയെ മറികടക്കാൻ അടിയന്തരാവസ്ഥ ആയുധം. സരുൺ, ഇന്ന് 18ാം ലോക്സഭയുടെ ആദ്യ ദിവസമാണ്. ഓം ബിർള ലോക്സഭാ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെടുന്നു. രാഹുൽ ഗാന്ധി 18ാം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായി ഇന്ന് സഭയിലേക്ക് എത്തുന്നു. ഓം ബിർളയെ സ്പീക്കറുടെ ഡയസിലേക്ക് ആനയിക്കുന്നവരുടെ കൂട്ടത്തിൽ രാഹുൽ ഗാന്ധി കൂടിയുണ്ട്, പ്രധാനമന്ത്രിക്കൊപ്പം പ്രതിപക്ഷ നേതാവും. അതൊരു മനോഹരമായ ദൃശ്യമായിരുന്നു. ഓം ബിർള ലോക്സഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് ഹി സ്മൈൽ കീപ്സ് എൻറ്റയർ ഹൗസ് ഹാപ്പി എന്നാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ആ പുഞ്ചിരി ഈ സഭയെ മുഴുവൻ ആനന്ദഭരിതമാക്കുന്നു എന്നാണ്. പക്ഷേ സഭയുടെ ആദ്യ ദിവസം അത്രത്തോളം ആനന്ദഭരിതമായിരുന്നോ എന്ന് ചോദിച്ചാൽ ആയിരുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഏറെക്കുറെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് എല്ലാം സംഭവിച്ചത്. അസാധാരണമായി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ പ്രതിപക്ഷം വോട്ടെടുപ്പിൽ നിന്ന് പിന്നോട്ട് പോയി. അവർ ഡിവിഷൻ ആവശ്യപ്പെട്ടില്ല എന്ന് ശരിയാണ്. പക്ഷേ ആ സമയത്ത് അതിനുശേഷം അവർ 17ാം ലോക്സഭയിൽ തങ്ങൾക്ക് പല വിഷയങ്ങളും ഉന്നയിക്കാൻ സ്പീക്കർ വേണ്ടത്ര സമയം നൽകിയില്ല, അവസരം നൽകിയില്ല എന്നിങ്ങനെയുള്ള പരാതികൾ അവർ ഉന്നയിച്ചു. എന്നിങ്ങനെയുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷ നേതൃനിരയുടെ ഭാഗത്തു നിന്നും സ്പീക്കർക്ക് കേൾക്കേണ്ടി വന്നു. അപ്പോൾ സ്പീക്കർ പറഞ്ഞത് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ ഇത്തവണ അതിനുള്ള അവസരം ഞാൻ നൽകാം, അതിനുള്ള സമയം നിങ്ങൾക്ക് വേണ്ടുവോളം നൽകാം എന്നാണ്. അങ്ങനെ കൂടി പറഞ്ഞ സ്പീക്കറിൽ നിന്നാണ് പിന്നീട് അസാധാരണമായ ഒരു നീക്കം ഉണ്ടാവുന്നത്. അത് അടിയന്തരാവസ്ഥയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രമേയത്തിൻ്റെ രൂപത്തിൽ ആയിരുന്നു. അത് ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു ബ്ലാക്ക് ചാപ്റ്റർ ആയിരുന്നു എന്നാണ് ഇന്ന് ഓം ബിർള പറഞ്ഞത്. മാത്രമല്ല ഫ്രീഡം ഓഫ് സ്പീച്ച്, പൗരസ്വാതന്ത്ര്യം ഇതെല്ലാം ഇല്ലാതാക്കുന്ന ഒരു നടപടിയാണ് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഉണ്ടായത് എന്നീ കാര്യങ്ങളൊക്കെ ഇന്ന് ഓം ബിർള പറഞ്ഞു. എനിക്ക് തോന്നുന്നു സരുൺ, ഇത് ഒട്ടും യാദൃശ്ചികമായിരുന്നില്ല എന്ന്. എന്തുകൊണ്ട് അങ്ങനെ ഒരു തോന്നൽ എനിക്കുണ്ടാകുന്നു എന്നത് ഞാൻ പിന്നീട് വിശദീകരിക്കാം. പക്ഷേ ഇതിന് പിന്നിൽ എന്ത് എന്നാണ് സരുണിന് തോന്നുന്നത്? ഇതങ്ങനെ ഒരു യാദൃശ്ചികമായി സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന് നിഷ്കളങ്കമായി നമുക്കങ്ങനെ നിരൂപിക്കാനാകും എന്ന് സരുണിന് തോന്നുന്നുണ്ടോ? സുബീഷ്, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ തുടർച്ചയായി തന്നെ സംഭവിച്ചതാണ് ഇക്കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇന്ത്യ സഖ്യം, പ്രത്യേകിച്ച് കോൺഗ്രസ്, ഭരണഘടന ഉയർത്തിപ്പിടിച്ചായിരുന്നു BJPക്കെതിരെ, NDA സഖ്യത്തിനെതിരെ പ്രചാരണം നയിച്ചത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ ഓരോ തെരഞ്ഞെടുപ്പ് റാലിയിലും അദ്ദേഹം ഭരണഘടന ഉയർത്തിപ്പിടിച്ചായിരുന്നു മോദിക്കെതിരെ അല്ലെങ്കിൽ BJPക്കെതിരെ പ്രചാരണം നയിച്ചത്. വീണ്ടും മോദി സർക്കാർ അധികാരത്തിലെത്തിയാൽ ഭരണഘടനയെ അവർ ഇല്ലാതാക്കും, അംബേദ്കർ ഉണ്ടാക്കിയ ആ ഒരു ആശയം ഈ BJP ഇല്ലാതാക്കും എന്ന പ്രചാരണമായിരുന്നു പ്രധാനമായും രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. രാഹുൽ ഗാന്ധി മാത്രമല്ല, സമാജ്വാദി പാർട്ടിയും RJDയും ഉൾപ്പെടെയുള്ള പാർട്ടികളൊക്കെ തന്നെയും ഇത് പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമാക്കി. അത് തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കിയെന്ന വിലയിരുത്തലുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ എങ്ങനെ BJP പ്രതിരോധിക്കും? ആ സമയത്തൊക്കെ തന്നെയും, പ്രചാരണത്തിന് നാളുകളിലൊക്കെ തന്നെയും നരേന്ദ്രമോദി ഈ അടിയന്തരാവസ്ഥയൊക്കെ ഓർമ്മിപ്പിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുടനീളം BJPക്ക് ഇത് വലിയ തിരിച്ചടി ഉണ്ടാക്കി. ഇപ്പോൾ ഈ പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങുന്നു. തിങ്കളാഴ്ച പാർലമെൻറ്റിലേക്ക് വരും മുമ്പ് മാധ്യമങ്ങളെ കണ്ട നരേന്ദ്രമോദി അവിടെ ഇതിനുള്ളൊരു സൂചന നൽകിയിരുന്നു. അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിച്ച് ആണ് നരേന്ദ്രമോദി പാർലമെൻറ്റിലേക്ക് കടക്കുന്നത്. യാദൃശ്ചികമായി അടിയന്തരാവസ്ഥയുടെ 50ാം വർഷത്തിലേക്ക് കടക്കുന്ന ഒരു ദിവസം കൂടിയായിരുന്നു അത്. അന്ന് നരേന്ദ്രമോദി ഈ അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിക്കുന്നു. പിന്നീട് ഉള്ള 2 ദിവസം സഭയിൽ നടന്നത് എന്താണ്? അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. രാജ്യത്ത് ഇതുവരെയും ഈ പാർലമെൻറ്റ് കണ്ടിട്ടില്ലാത്ത രീതിയിലായിരുന്നു ഈ സത്യപ്രതിജ്ഞാ ചടങ്ങൊക്കെ. പ്രതിപക്ഷത്തെ മിക്ക അംഗങ്ങളും ഭരണഘടന ഉയർത്തിപ്പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. രാഹുൽ ഗാന്ധി അടക്കം, കേരളത്തിൽ നിന്ന് പോയ ഷാഫി പറമ്പിലടക്കമുള്ള ആളുകൾ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ഇതിനെങ്ങനെ BJP പ്രതിരോധിക്കും? ഇത് രാജ്യത്ത് വലിയ ചർച്ചാ വിഷയമൊക്കെയായി മാറുന്നു. ഈ സമയത്ത് അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗം എന്ന നിലയിൽ തന്നെയാണ് ഇന്ന് ഓം ബിർള, അതായത് സഭാനാഥനായ സ്പീക്കർ തന്നെ അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിച്ച് ഭരണഘടനയുടെ പ്രാധാന്യം ഓർമ്മിപ്പിച്ച് ഒരു പ്രമേയം, അസാധാരണമായ ഒരു പ്രമേയം അവതരിപ്പിക്കുന്നു. പിന്നെ മറ്റൊന്നുകൂടിയുണ്ട് അതിൽ ഈ നീക്കത്തിന് പിന്നിൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം ഈ സമീപകാലത്തൊന്നും
ഇല്ലാത്ത ഒരു ഒത്തൊരുമയാണ് പ്രതിപക്ഷ നിരയിൽ കാണാൻ കഴിയുന്നത്. ആ പ്രതിപക്ഷത്തെ ഭിന്നിപ്പിക്കുക എന്നത് നീക്കം കൂടി ഈ ബി ജെ പി അല്ല കേന്ദ്ര സർക്കാരിന് പിന്നിലുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കാരണം ഈ പ്രതിപക്ഷത്തെ ഈ പാർട്ടികളെ തുടക്കത്തിൽ തന്നെ അടിയന്തരാവസ്ഥയുടെ പേര് പറഞ്ഞാണ് അവിടെ ഭിന്നിപ്പുണ്ടാക്കാൻ ബി ജെ പി ശ്രമിക്കുന്നത്. അതിന് കാരണം എന്താണ്? ഈ അടിയന്തരാവസ്ഥയ്ക്കെതിരെ പോരാടി വന്ന സോഷ്യലിസ്റ്റുകളുടെ പിൻഗാമികളായിട്ടുള്ള പാർട്ടികളാണ്. ആ പാർട്ടികളുടെ രൂപമാണ് സമാജ്വാദി പാർട്ടിയും RJDയും ഉൾപ്പെടെയുള്ള DMK ഉൾപ്പെടെയുള്ള പാർട്ടികൾ, ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള പാർട്ടികൾ. ഇവർക്കിടയിൽ അടിയന്തരാവസ്ഥയെ എതിർത്തൊരു വാക്ക് പറഞ്ഞാൽ ഇവർക്ക് എന്ത് ചെയ്യാനാകും? കോൺഗ്രസ് മാത്രം അവിടെ പ്രതിപക്ഷ നിരയിൽ ഒറ്റപ്പെടുകയാണ്. ബാക്കി ആരും ഈ അടിയന്തരാവസ്ഥയെ പിന്തുണച്ച് അഖിലേഷ് യാദവോ അല്ലെങ്കിൽ RJDയോ DMKയോ ഇടതുപക്ഷമോ ഒന്നും തന്നെ ഈ ഇന്ന് ഓം ബിർള അവതരിപ്പിച്ച പ്രമേയത്തെ എതിർക്കാൻ കഴിയില്ല. അത്തരത്തിലൊരു സാഹചര്യം കൂടി അത് സൃഷ്ടിക്കുന്നത് ആരാണ്? ഓം ബിർള തന്നെ, സഭാനാഥനായ സ്പീക്കർ തന്നെ അത്തരത്തിലൊരു സിറ്റുവേഷൻ ഈ ലോക്സഭയ്ക്കകത്ത് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ രണ്ട് തരത്തിലാണ് BJP ഇതിനെ ഒരു രാഷ്ട്രീയ നീക്കമായി BJP ഇതിനെ അവതരിപ്പിച്ചത്. ഒന്ന്, തങ്ങൾ ഭരണഘടനയെ ഇല്ലാതാക്കുന്നവർ എന്ന പ്രതിപക്ഷ ആരോപണത്തെ തടയുക, മറ്റൊന്ന് പ്രതിപക്ഷത്തെ ഭിന്നിപ്പിക്കുക. ഈ രണ്ട് കാര്യങ്ങളിലാണ് ഈ ഇന്നത്തെ സ്പീക്കറുടെ ഈ അസാധാരണമായ പ്രമേയം പ്രസക്തമാകുന്നത്. ശരിയാണ് സരുൺ പറഞ്ഞത്. ഇരട്ട പ്രഹര ശേഷിയുള്ള ഒരു ആക്രമണം എന്ന നിലയിൽ തന്നെയാണ് ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉയർന്നത്. അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ യാദൃശ്ചികമായ ഒന്നാണ് എന്ന് എനിക്കും തോന്നുന്നില്ല. പക്ഷേ അത് സ്പീക്കർ ഓം ബിർള എന്ന് പറയുന്നത് നരേന്ദ്രമോദിക്ക് ഏറെ പ്രിയപ്പെട്ടയാൾ ആണ്. സ്വാഭാവികമായും അത് നിശ്ചയിച്ചുറപ്പിച്ച ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ ഇരട്ട പ്രഹര ശേഷിയുള്ള ആക്രമണം എന്ന് പറയുന്നത് ഒന്ന്, പ്രതിപക്ഷ നേതൃനിരയിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്ന് തന്നെയാണ്. സരുൺ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. രണ്ടാമത്തേത് എനിക്ക് തോന്നുന്നത് സരുൺ പറഞ്ഞ കാരണത്തിൽ നിന്നും വ്യത്യസ്തമായി നെഹ്റു കുടുംബത്തെ അല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തെ തുടർച്ചയായി വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന്, നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന്, BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് കൂടി വേണം ഇതിനെ കാണാൻ. കാരണം നെഹ്റു കുടുംബത്തിൻ്റെ ഒരു പ്രതിനിധി ഇപ്പോഴിതാ പ്രതിപക്ഷ നേതാവായി സഭയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് കൂടിയാണ്. ഇപ്പോൾ ഇന്ദിരാഗാന്ധിയാണല്ലോ വിഷയം, അടിയന്തരാവസ്ഥയാണ് വിഷയം. ഇപ്പോൾ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതിൻ്റെ തൊട്ടടുത്ത വർഷം 1985 പ്രധാനമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്ക് SPG സുരക്ഷ രാജ്യത്ത് ഏർപ്പെടുത്തുന്നത്. പിന്നീട് 1991 രാജീവ് ഗാന്ധി കൂടി കൊല്ലപ്പെട്ടപ്പോൾ മുൻ പ്രധാനമന്ത്രിമാരുടെ കുടുംബാംഗങ്ങൾക്കും SPG സുരക്ഷയുടെ പരിധിയിലേക്ക് ചട്ടത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് മുൻ പ്രധാനമന്ത്രിമാരുടെ കുടുംബാംഗങ്ങളെയും ആ പരിധിയിൽ SPG സുരക്ഷയുടെ പരിധിയിൽ അവരെ ഉൾപ്പെടുത്തുകയുണ്ടായി. പക്ഷേ പിന്നീട് ഇതിന് മാറ്റം വരുന്നത് 2019 2019 സോണിയയ്ക്കും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കയ്ക്കും ഏർപ്പെടുത്തിയിരുന്ന ഈ SPG സുരക്ഷ നരേന്ദ്രമോദി സർക്കാർ പിൻവലിക്കുകയാണ്. അതിന് അന്ന് പറഞ്ഞ കാരണം വളരെ ടെക്നിക്കലാണ്, വളരെ സാങ്കേതികം ആണ്. SPG സുരക്ഷയുടെ മാനദണ്ഡങ്ങൾ ഇവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നെഹ്റു കുടുംബം യാത്രകൾ ചെയ്യുന്നില്ല എന്നാണ്. ഇപ്പോൾ ബുള്ളറ്റ് പ്രൂഫ് കാറുകളിൽ മാത്രമേ യാത്ര ചെയ്യാവൂ എന്നുള്ള മാനദണ്ഡം ഇവർ പലപ്പോഴും ലംഘിക്കുന്നു, അത് പാലിക്കുന്നില്ല. അതല്ലെങ്കിൽ കാറുകൾക്ക് മീതെ ഇരുന്ന്, രാഹുലിൻ്റെ കാറിന് മീതെ ഇരുന്നുള്ള ചില യാത്രകൾ. അപ്പോൾ ഇത്തരം ചില സാങ്കേതികമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് 2019 ഈ SPG സുരക്ഷയുടെ പരിധിയിൽ നിന്നും സോണിയാഗാന്ധിയെയും രാഹുലിനെയും പ്രിയങ്കയെയും മാറ്റി നിർത്തുന്നത്. അപ്പോൾ അത് ടെക്നിക്കലാണ് കാരണമെങ്കിലും അതിന് പിന്നിൽ എന്താണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നീട് രാഹുലിനെ മാത്രം ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഓം ബിർളയെ സ്പീക്കറുടെ ഡയസിലേക്ക് പ്രധാനമന്ത്രിക്കൊപ്പം രാഹുൽ ആനയിച്ചു കൊണ്ടുപോകുന്ന ആ മനോഹരമായ ദൃശ്യം ഇന്ന് രാജ്യം മുഴുവൻ കണ്ടത്, ലോകം മുഴുവൻ കണ്ടത്. അപ്പോൾ ഞാൻ ഓർത്തത് 2023 മാർച്ച് 24 എന്ന ഡേറ്റാണ്. അന്നാണ് ലോക്സഭാ സെക്രട്ടേറിയറ്റ് രാഹുൽ ഗാന്ധിക്ക് അയോഗ്യത കൽപ്പിച്ചത്. ഇപ്പോൾ സൂറത്തിലെ കോടതി 2 വർഷം തടവ് ശിക്ഷ വിധിച്ചു. ആ കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വളരെ തിടുക്കത്തിൽ ലോക്സഭാ സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗത്തു നിന്നും 2023 മാർച്ച് 24 അയോഗ്യത കൽപ്പിച്ചുകൊണ്ടുള്ള തീരുമാനം ഉണ്ടാക്കുന്നത്. കൃത്യം 1 മാസം പിന്നിടുന്നതിന് തലേന്ന്
അന്ന് തന്നെ ഈ ഔദ്യോഗിക വസതി ഒഴിയാനുള്ള നിർദ്ദേശം പുറപ്പെടുവിക്കുന്നു. കൃത്യം 1 മാസം പിന്നിടുന്നതിൻ്റെ തൊട്ട് തലേന്ന്, അതായത് 2023 ഏപ്രിൽ 23-ന്, മാർച്ച് 24-നാണ് ഈ തീരുമാനമുണ്ടാകുന്നത്. ഏപ്രിൽ 23-ന് ഔദ്യോഗിക വസതിയിൽ നിന്നും രാഹുൽ ഗാന്ധി പടിയിറങ്ങുകയാണ്. തലേ ദിവസം ഈ സാധനങ്ങളൊക്കെ അമ്മയായ സോണിയാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് കൊണ്ടുപോയി വെച്ചാണ് രാഹുൽ ഇറങ്ങുന്നത്. അന്ന് കോൺഗ്രസിൻ്റെ കുറിപ്പ്, അന്ന് കോൺഗ്രസ് പറഞ്ഞത് ഇനി ഈ രാജ്യമാണ് രാഹുലിൻ്റെ വീട് എന്നാണ്. ഞങ്ങളുടെ വീട്, എൻ്റെ വീട് നിങ്ങളുടേത് കൂടിയാണ്. മേരാഘർ അപ്നാഘർ. ഇന്നിപ്പോൾ കൂടുതൽ വിശാലമായ പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയിലേക്ക് രാഹുൽ മാറിയിരിക്കുന്നു. പക്ഷേ ആ രാഹുലിനെ സംബന്ധിച്ച് ഉത്തരവാദിത്തം ഇരട്ടിയാണ്. ഇനി പണി കുറച്ചുകൂടി എടുക്കേണ്ടതുണ്ട്. അതാണ് നേരത്തെ സരുൺ സൂചിപ്പിച്ച ഈ പ്രതിപക്ഷ നേതൃനിരയിലെ ഭിന്നിപ്പ് കൂടി, പിളർപ്പ് കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആയുധമായി സ്പീക്കർ ഓം ബിർളയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. കാരണം അവർക്ക് കൂടി എതിർക്കാനാകാത്ത ഒന്ന് ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഇന്ന് സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി, വളരെ കൃത്യതയോടുകൂടി വേണം രാഹുൽ ഈ ആയുധത്തെ പ്രതിരോധിക്കാൻ. കാരണം ഒന്ന് ഒരശ്രദ്ധയുണ്ടായാൽ ഇവിടെയും പിളർപ്പ് സംഭവിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി, വളരെ സൂക്ഷ്മതയോടുകൂടി വേണം ഇനിയുള്ള ഓരോ ദിവസവും. ഇതിപ്പോൾ അസാധാരണമായ നീക്കം ആണ് എന്ന് ഞാനും സരുണും ഒക്കെ പറയുന്നു. മാധ്യമങ്ങളൊക്കെ ഇന്ന് ബ്രേക്ക് ചെയ്തത് അസാധാരണമായ നീക്കം എന്നാണ്. ഇത്തരം അസാധാരണമായ നീക്കങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിലും ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന്, BJPയുടെ ഭാഗത്തു നിന്ന്, സ്പീക്കറുടെ ഭാഗത്തു നിന്ന്, സഭാനാഥൻ്റെ ഭാഗത്തു നിന്ന് പോലും പ്രതീക്ഷിക്കാം. അപ്പോൾ അത്തരം അസാധാരണമായ നീക്കങ്ങളെ ഏത് രീതിയിൽ പ്രതിരോധിക്കണം, ഒപ്പം സ്വന്തം പാളയത്തിൽ എതിർപ്പുണ്ടാകാൻ പാടില്ല. ചേർത്ത് നിർത്തിയിട്ടുള്ള കുറേ പേരുണ്ട്. അവരിൽ നിന്നും ഒരു വിമതസ്വരം ഉണ്ടാകാതെ തന്നെ ഭരണപക്ഷത്ത് നിന്നും ഉയരുന്ന ഇത്തരം അസാധാരണമായ നീക്കങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് വേണം രാഹുലിന് മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത. അവിടെ പ്രതിപക്ഷത്തിൻ്റെയും രാഹുലിൻ്റെയും പണി ഇരട്ടിക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തേത്, അപ്പോഴും ഇതൊക്കെ പറയുമ്പോഴും സരുൺ, എൻ്റെ സംശയം ഇതിൽ ഒരു അനൗചിത്യമില്ലേ സ്പീക്കറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന ഇന്നത്തെ നടപടിയിൽ എന്നുള്ളതാണ്. കാരണം സഭയുടെ ഒരു ഏകകണ്ഠമായ അഭിപ്രായമായി ഇതെങ്ങനെയാണ് മാറുക? ഇപ്പോൾ ഗവൺമെൻറ് എന്ന് പറയുന്നത് സർക്കാരുകളുടെ തുടർച്ചയാണ്. അവിടെ ഏതെങ്കിലും ഒരു മുൻ ഗവൺമെൻറ് നയം അല്ലെങ്കിൽ മുൻ ഗവൺമെൻറ് ഡിസിഷൻ എടുത്തുകൊണ്ട് ഇത് ഇപ്പോഴത്തെ ഈ സഭയുടെ ഒരു പ്രമേയമായി സ്പീക്കർക്ക് അവതരിപ്പിക്കാനാകുമോ? ഇതൊരു യുദ്ധമൊക്കെ വരുമ്പോൾ സ്വാഭാവികമാണ്. ഇതങ്ങനെ ഒരു നടപടിയല്ലല്ലോ. അപ്പോൾ ഇതിൽ ഒരു അനൗചിത്യമില്ലേ എന്നുള്ളതാണ് എൻ്റെ സംശയം. സുബീഷ്, ഇതിൽ സഭാ മര്യാദകൾ പുതുതായി സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട ഓം ബിർള ലംഘിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം സ്പീക്കർ എന്നത് സഭയുടെ നാഥനാണ്. അത് ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും നാഥനായി നിൽക്കേണ്ട ആളാണ് ലോക്സഭാ സ്പീക്കർ. അദ്ദേഹത്തിന് ഇങ്ങനെയൊരു പ്രമേയം, അതായത് മുഴുവൻ സഭയുടെയും അംഗീകാരമില്ലാതെ ഒരു പ്രമേയം അദ്ദേഹത്തിന് അവതരിപ്പിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. സ്പീക്കർക്ക് ഇങ്ങനെ റെസൊല്യൂഷനൊക്കെ കൊണ്ടുവരാം. ഇപ്പോൾ ഒരു രാജ്യത്തൊരു യുദ്ധമുണ്ടാകുന്നു, ആ യുദ്ധത്തിൽ സൈനികർക്ക് ഐക്യദാർഢ്യം അർപ്പിച്ച് ഒരു റെസൊല്യൂഷൻ കൊണ്ടുവരാം. അതിനൊന്നും ആരും എതിർക്കാൻ പോകുന്നില്ല. പക്ഷേ ഈ ഒരു സർക്കാർ അന്നത്തെ കാലത്ത് ആ സർക്കാർ എടുത്ത നയപരമായ തീരുമാനം, അതിൽ അടിയന്തരാവസ്ഥ എന്നൊക്കെ നമ്മൾ ഇപ്പോഴും ഭീതിയോടെ കാണുന്ന ഒന്നാണെങ്കിൽ പോലും അന്നത്തെ സർക്കാരിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ സർക്കാരും എന്നാണ് നമ്മുടെ സങ്കല്പം. ആ സർക്കാരിനെതിരെ അല്ലെങ്കിൽ ആ സർക്കാരിൻ്റെ നയത്തിനെതിരെ ഒരു പ്രമേയം കൊണ്ടുവരുമ്പോൾ അത് സഭ മുഴുവനും അംഗീകരിച്ചൊരു പ്രമേയമാണ് സ്പീക്കർ അവിടെ അവതരിപ്പിക്കേണ്ടത്. ഇനി കഴിഞ്ഞ ദിവസം കേരള നിയമസഭയിൽ സംഭവിച്ചൊരു കാര്യമുണ്ടല്ലോ. അവിടെ പ്രതിപക്ഷം ഉന്നയിച്ചൊരു ചോദ്യത്തിന് അവിടെ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ച് സംസാരിക്കുന്നത് സ്പീക്കറാണ്. അത് അനൗചിത്യമാണെന്ന് നമുക്ക് ഇന്നലെ തന്നെ നമുക്ക് വ്യക്തമായതാണ്. ഇതേപോലെ തന്നെ ലോക്സഭയിൽ രണ്ട് പക്ഷത്തിൻ്റെയും നാഥനായ, ലോക്സഭയുടെ നാഥനായ സ്പീക്കർ ഇത്തരത്തിലൊരു പ്രമേയം കൊണ്ടുവരുമ്പോൾ അത് സഭാ മര്യാദകളുടെ ലംഘനമാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം സുബീഷ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊക്കെ അവിടെ സ്പീക്കർക്ക് അനുമോദിച്ച് സംസാരിച്ചവർ ഉന്നയിക്കുമ്പോൾ അത് ആ സംസാരം പിന്നീടാകാമെന്ന് പറഞ്ഞ സ്പീക്കറാണ് തൊട്ട് പിന്നാലെ ഒരു രാഷ്ട്രീയ ഉദ്ദേശത്തോടെ ഇത്തരത്തിലൊരു പ്രമേയം അവതരിപ്പിക്കുന്നത്. ഇത് തീർച്ചയായും സഭാ മര്യാദകളുടെ ലംഘനം കൂടിയാണ്. മാത്രമല്ല, ഇനി അങ്ങോട്ട് എങ്ങനെ ഈ പാർലമെൻറ്റ് മുന്നോട്ട് പോകും എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് ആദ്യ ദിനം തന്നെ, സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ദിനം തന്നെ ഓം ബിർള നൽകിയത്. കഴിഞ്ഞ സർക്കാരിൽ 2019 ഓം ബിർള സ്പീക്കറായിരുന്നു. അന്ന് സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട നയപരമായ തീരുമാനങ്ങളൊക്കെ ബില്ലായും മറ്റും കൊണ്ടുവന്നത് ഓം ബിർളയുടെ സമയത്താണ്. പ്രതിപക്ഷത്ത് ചരിത്രത്തിൽ ഇത്രത്തോളം എം പിമാരെ സസ്പെൻഡ് ചെയ്ത ഒരു കാലമുണ്ടായിട്ടില്ല. 150ഓളം പ്രതിപക്ഷ എം പിമാരെയാണ്
കഴിഞ്ഞ രണ്ടാം മോദി സർക്കാരിൻ്റെ സമയത്ത് ലോക്സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. അങ്ങനെ സർക്കാരിന് വഴങ്ങുന്ന ഒരു സ്പീക്കറാണ് ഓം ബിർള എന്ന വിമർശനമൊക്കെ ആ കാലത്തുണ്ടായിരുന്നു. അങ്ങനെ ഇനിയുള്ള ഈ 5 വർഷക്കാലവും ഇത് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും എന്നതിൻ്റെ സൂചന തന്നെയാണ് ആദ്യ ദിനത്തിൽ ഓം ബിർളയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് പറയേണ്ടി വരും. തീർച്ചയായിട്ടും അസാധാരണമായ നീക്കം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഇത് ഏറെക്കുറെ പ്രതീക്ഷിച്ചതാണ്. നയം വ്യക്തമാണ്, പക്ഷേ ആ നയം ഔചിത്യമുള്ളതാകേണ്ടതുണ്ട്. സഭയുടെ അന്തസ് പാലിക്കപ്പെടണം. ആ കീഴ്വഴക്കമാണ്, മര്യാദയാണ് തീർച്ചയായും ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം. ICL Finco, the intelligent choice.